ഹായ് ഹലോ, ഇന്ന് നമ്മൾ എടുക്കാൻ പോണ ഒരു വാട്ടേജിൻ്റെ ഡേ കേട്ടോ. അപ്പോൾ രാവിലെ വെറും വെയിറ്റ് തന്നെ ഞാനൊരു ലഡു കഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനൊരു പഴം പുഴുങ്ങിയതാണ് കഴിച്ചത്. അപ്പോൾ ഞാൻ രാവിലെ കാപ്പിക്ക് പഴം പുഴുങ്ങിയത് കേട്ടോ കഴിച്ചത്. പിന്നെ കൂടുതലും ഞാൻ കഴിച്ചത് മൊത്തം മധുരമായിരുന്നു. അതിന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട് തൊട്ടടുത്ത് കേക്ക് ഉണ്ടാക്കുന്ന ചേച്ചിയുണ്ട്. അപ്പോൾ അവർ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നമുക്ക് കേക്ക് തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെയും വിശന്നു. ഈടായിട്ട് എന്താ അറിയില്ല, വിശപ്പിൻ്റെ അസുഖം കേട്ടോ. അപ്പോൾ ഞാനൊരു ഗ്ലാസ് പായസം കുടിച്ചു. ഇത് നമുക്ക് നമ്മുടെ അമ്മായി ഉണ്ടാക്കി തന്ന കേട്ടോ. നല്ല സൂപ്പർ പായസമായിരുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല. അമ്മായിയുടെ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അടിപൊളി പായസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചെടുത്തപ്പം പൊന്നൂസിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവളൊന്നും കഴിക്കില്ല, ഒരു സാധനത്തിന് അവൾ വാ തുറക്കില്ല കേട്ടോ. വെറുതെ ഞാനൊന്ന് കാണിച്ചാൽ അവളും കഴിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ എപ്പോൾ കഴിക്കാമായിരുന്നല്ലോ, എൻ്റെ കൂടെ ഒരു കുഞ്ഞ് കൈ കൂടെ കാണും. അത് പൊന്നൂട്ടല്ല കേട്ടോ. ഞാൻ പിന്നെ അനുവദിക്കും പാത്രത്തിൽ നിന്നൊക്കെ കഴിക്കാൻ. അങ്ങനെയൊക്കെയല്ലേ പിള്ളേർ കഴിച്ചു പഠിക്കുന്നത്. അപ്പോൾ ചോറിന് ഇതേ ആ സൈഡിൽ ഇരിക്കുന്ന മുളക് ചമ്മന്തി ആയിരുന്നു. പിന്നെ ഇത് കുമ്പളങ്ങ ചാറായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നേ. അമ്മ എന്തോ പുളിയൊക്കെ ഇട്ട് വെറൈറ്റി ആയിട്ടുണ്ടാക്കിയ കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അവൾ തന്നെ കഴിക്കത്തുള്ളൂ, നമ്മൾ വാരി കൊടുത്തൊന്നും കഴിക്കില്ല. പിന്നെ അമ്മ പണിക്ക് പോയിട്ട് വന്നപ്പോൾ എനിക്ക് ബിങ്കോ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും കൊച്ചുകുട്ടിയിലെ പോലെ എവിടെ പോയാലും അമ്മ എനിക്കിതൊക്കെ വാങ്ങിച്ചു തരും കേട്ടോ. പൊന്നൂസിനൊന്നും കൊടുക്കാറില്ല, എന്നാന്ന് വെച്ചാൽ അത്ര നല്ലതല്ലല്ലോ. ഞാൻ കഴിക്കും, നല്ല വിഷം ഉണ്ടായിരുന്നു തോന്നുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ വൈകുന്നേരത്തേക്ക് പാല് തിളപ്പിച്ചു, പാൽ ചായ വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചിയും ഏലക്കയൊക്കെ ഇട്ട് നല്ല കടുപ്പത്തിൽ ചായ എടുത്ത്, എനിക്ക് അങ്ങനെ ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ചായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചായയുടെ കൂടെ കഴിക്കാൻ ബണ്ണായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എക്സ്പെഷ്യലി ബണ്ണ് നമ്മൾ പനിയുള്ളപ്പോഴാണ് കൂടുതലും കഴിക്കാറ്, എനിക്ക് അങ്ങനെ കേട്ടോ ഓർമ്മ വരാറ്. പക്ഷേ ഇന്ന് നമുക്ക് ബണ്ണായിരുന്നു. അപ്പോൾ ചായയും ബണ്ണും കഴിച്ചു. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് ഇതാ രാവിലത്തെ കറികളും പിന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് മുട്ട പൊരിച്ചുണ്ടായിരുന്നു, അതുകൂടെ കൂട്ടി കഴിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.